നമുക്കിന്നൊരു കൊഞ്ച് തീയലായാലോ? അപ്പോൾ അമ്മ നേരത്തെ തന്നെ അമ്മയുടെ പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ അനിയനും അനിയത്തിയൊക്കെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ചോറും കറികളൊക്കെ നേരത്തെ തന്നെ റെഡിയായി. തലേദിവസത്തെ മീൻകറിയും അവിയലും ചോറും പിന്നെ തോരനൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. കൊഞ്ചിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളിയും തക്കാളിയും തേങ്ങയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ ഇരുമ്പിച്ചട്ടിയും ഒരടുപ്പിൽ കറിച്ചട്ടിയും വെച്ചു. ഇരുമ്പിച്ചട്ടിയിൽ തേങ്ങയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ടു. കറിച്ചട്ടിയിൽ എണ്ണ വെച്ച് കടുകും പൊട്ടിച്ച് കുഞ്ഞുള്ളിയും തക്കാളിയും കൊഞ്ചും കൂടെ ഇട്ട് വഴറ്റാൻ വെച്ചു. കുറച്ച് ഉപ്പും കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും അതവിടെ ഇരുന്ന് വെന്തോളും. ഇതിനിടയിൽ നമ്മൾ വറുക്കാൻ വെച്ച തേങ്ങയും കൂടി ശ്രദ്ധിക്കണം. അത് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും കൊഞ്ചിലേക്ക് കുറച്ച് കുടംപുളിയും കൂടെ ഇട്ടു. തേങ്ങ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. ശേഷം അത് അരച്ചെടുത്ത് കൊഞ്ചിലേക്ക് അതിൻ്റെ അരപ്പിട്ട് നന്നായി